ബിഗ് ബോസ് മലയാളം സീസൺ 7 അടുത്ത പ്രൊമോയും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് 8ന്റെ പണിയല്ല 7ന്റെ പണിയുമായിട്ട് സീസൺ 7 വരുന്നുണ്ടെന്നാണ് ലാലേട്ടൻ പ്രൊമോയിൽ പറയുന്നത്. അപ്പം ഇതിനിടയിൽ വരുന്ന കമന്റുകളാണ് അതിലും വലിയ രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാം 5-6 സീസൺ വളരെ ഫ്ലോപ്പായി കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു സീസൺ ആയതുകൊണ്ട് ഭയങ്കര ഹൈപ്പൊക്കെ ഇട്ട് പ്രൊമോ എത്തുന്നത് കൊണ്ടും പ്രേക്ഷകരൊക്കെ വളരെ കോമഡി ആയിട്ടാണ് ഈ ഹൈപ്പിലുള്ള പ്രൊമോയും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോയും കാര്യങ്ങളുമാണ് സീസൺ 7ന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ തുടരും മൂവിയുടെ കണ്ടിന്യൂറ്റി എന്നോണം ആ ഒരു ഗെറ്റപ്പിൽ ഓരോ പ്രൊമോയും അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് അടുത്ത പ്രൊമോയും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സീസണിനുള്ളിൽ, അതായത് മുൻ സീസണുകളിൽ കണ്ടസ്റ്റൻസിനെ പറ്റി സോഷ്യൽ മീഡിയകളിൽ അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരൊക്കെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും, അതായത് പല വിറ്റം കാർഡുകൾ, അതുപോലെ തന്നെ സഹതാപം, ലവ് ട്രാക്ക്, പല സ്ട്രാറ്റജികൾ, ഇതെല്ലാം വെച്ചിട്ട് ഒരു നൈസായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിന്ന് പോകുന്ന പല കണ്ടസ്റ്റൻസിനെയും പുറത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പ്രേക്ഷകരൊക്കെ ഓരോ സീസൺ കഴിയുമ്പോഴും പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കമന്റ് ആയിട്ട് അറിയിക്കുന്നുമുണ്ട്. എന്നാൽ അതെല്ലാ സീസണും ഇതുപോലെയൊക്കെ തന്നെയാകും, ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ ഒന്നും നടക്കില്ല. എന്നാൽ ഈ ഒരു സീസണിൽ ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു പ്രൊമോയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ലാലേട്ടന്റെ തന്നെ തുടരും മൂവിയിൽ ലാലേട്ടന്റെ തന്നെ സിനിമകളിൽ പറഞ്ഞിട്ടുള്ളതും ലാലേട്ടനെതിരെ വന്നിട്ടുള്ള ട്രോളുകളും കാര്യങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് പല ഡയലോഗുകളും ആ ഒരു സിനിമയിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സീസൺ 7ലും മറ്റ് സീസണുകളിലെല്ലാം പ്രേക്ഷകരൊക്കെ അഭിപ്രായപ്പെട്ടതായിട്ടുള്ള പല കാരണങ്ങളും പല കാര്യങ്ങളും പല കമന്റ്സുകളും അതെല്ലാം എടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രൊമോയിലും അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അവതരിപ്പിച്ചതൊന്നും കുഴപ്പമില്ല, നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അവതരിപ്പിക്കുന്നതൊക്കെ ഈ സീസൺ വന്നു കഴിഞ്ഞ് സീസൺ തുടങ്ങുമ്പോൾ വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് കാണണം. അതായത് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട്, പലരെയും തുറന്ന് കാണിക്കണം, നൈസായിട്ട് എവിടെയെങ്കിലുമൊക്കെ പലരുടെയും തണലിൽ ചുറ്റിപ്പറ്റി, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ലവ് കോംബോയും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സെന്റിമെന്റൽ അപ്രോച്ചും അല്ലെങ്കിൽ സോപ്പിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കടിച്ച് പിടിച്ച് പോകാം, അല്ലെങ്കിൽ കടിച്ചു തൂങ്ങി പോകാം എന്ന് കരുതി വരുന്നവർ ഒന്ന് മുന്നിലേക്ക് ഇറങ്ങി കളിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം, അവരെ തുറന്നു കാണിക്കണം. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഗെയിം എന്റർടൈൻമെന്റ് ഷോ തന്നെയാണ്. അപ്പം അതിനകത്തൊരു സർവൈവൽ ആണ് എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും നോക്കുന്നത്. അപ്പം അവരുടെ ഒരു സ്ട്രാറ്റജി പരമായിട്ട് അവർ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ബട്ട് അവരെയും തുറന്നു കാണിക്കണം, അവരതിനെ ഓവർകം ചെയ്തിട്ട് അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഗെയിം കളിച്ച് ഫൈറ്റ് ചെയ്ത് വരുന്നവർ ഒരു സമയം കഴിയുമ്പോൾ അവർ പുറത്തേക്ക് പോവുകയും നൈസായിട്ട് പലരുടെയും നിഴലിൽ മുന്നോട്ട് പോകുന്നവർ എങ്ങനെയെങ്കിലും ഒക്കെ ഫിനാലയിലെത്തും, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 11th വീക്ക് 12th വീക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും പൊട്ടന്മാരാകത്തില്ലേ. എന്താണെങ്കിലും 8ന്റെ അല്ല 7ന്റെ പണിയുമായിട്ട് 7ാമത്തെ സീസൺ വരുന്നുവെന്ന് പറയുമ്പോൾ പ്രേക്ഷകരൊക്കെ നല്ല പ്രതീക്ഷയിലാണ്. ബട്ട് ഈ ഒരു പ്രൊമോയ്ക്കടിയിൽ വന്ന കമന്റുകൾ അതിലും ഭയങ്കര രസമാണ്. പറയുന്നത് 7ന്റെ ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു പണിയെങ്കിലും വീക്കെൻഡ് വരുമ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെതിരെ കൊടുക്കണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. നമ്മൾ പ്രൊമോയിൽ കാണിക്കുന്ന ഹൈപ്പോ അല്ലെന്നുണ്ടെങ്കിൽ അതിനിടയിൽ നടത്തുന്ന സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന സംഭവങ്ങളോ ബിഗ് ബോസിന്റെ ടീം കുറച്ച് സീസണിലേക്ക് കുറച്ച് സാധാരണ കണ്ടുവരുന്നത് പോലെ ആ ഒരു സീസണ് വേണ്ടി ആളുകൾ കൂടാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഹൈപ്പ് ആയിരിക്കരുത് നിങ്ങൾ കാണിക്കുന്ന പ്രൊമോ. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സീസൺ വന്നു കഴിഞ്ഞും ഇത്രയും നാള് നടന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാവണം ഓരോ സീസണും നിങ്ങൾ ഇനി വരുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് നടത്താൻ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദി സീസണൊക്കെ എത്രത്തോളം മോശമായി പോകുന്നുണ്ട് എന്ന്. അത്ര വിജയകരമായി പോയിക്കൊണ്ടിരുന്ന ഹിന്ദി സീസണൊക്കെ കഴിഞ്ഞ സീസൺ 18നും അതുപോലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം TRP ഡൗൺ ആയിരുന്നു എന്ന്. കംപ്ലീറ്റ്ലി പാർഷ്യാലിറ്റി കാണിച്ച് അത് പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർക്കൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല ഇതൊന്നും കാണാനൊന്നും. കാലം കഴിയും തോറും ആളുകൾ കൂടുമ്പോൾ അഭിപ്രായങ്ങൾ കൂടും, അത് പല മിസ്റ്റേക്കുകളും കണ്ടെത്തും. അതുപോലെ തന്നെ ഫ്രോഡ് പരിപാടിയും പാർഷ്യാലിറ്റിയും ഇതിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങൾ പുറത്തേക്ക് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഷോയോടുള്ള പ്രേക്ഷകരുടെ ഇൻട്രസ്റ്റും കുറയും. അപ്പോൾ നിങ്ങൾ വേണം അത് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം ഒന്നും പ്രേക്ഷകർ പറയുന്നത് കേൾക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോയ്ക്ക് സ്ക്രിപ്റ്റ് ഇല്ലാതെ രീതിയിൽ നടത്തണമെന്നോ ഒന്നും പറയുന്നില്ല. കാരണം ഒരു ഷോ ആവുമ്പോൾ ഒരു ഗെയിം റിയാലിറ്റി
റിയാലിറ്റി ഷോ ആകുമ്പോൾ അതിനൊക്കെ പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. വിവരമുള്ള എല്ലാവർക്കും അത് മനസ്സിലാകും. നിങ്ങൾ സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞാലും അതിനകത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. സ്ക്രിപ്റ്റ് നടത്തിക്കോ, പക്ഷെ പാർഷ്യൽ ആവരുത്, കംപ്ലീറ്റ് എല്ലാവർക്കും ഒരേ രീതിയിലൊക്കെ അവരെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഈ സൈഡ് പറ്റി പോകുന്നവരെയും പല പല സ്ട്രാറ്റജികളും വിക്ടിം കാർഡ് ഇറക്കുന്നവരെയൊക്കെ വീക്കെൻഡ് വരുമ്പോൾ പുറത്തു കൊണ്ടുവരിക. ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് പോലെ പണി തലങ്ങും വിലങ്ങും പല രീതിയിലും പാലും വെള്ളത്തിൽ പണി കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അതുപോലെ എട്ടിന്റെ പണിയുമായിട്ട് വരുന്നുണ്ട്, എല്ലാരെയും പുറത്തു കൊണ്ടുവരും, സ്ട്രാറ്റജി പിടിച്ചൊന്നും ഇരിക്കണ്ട എന്നൊക്കെ ഇപ്പൊ പ്രൊമോയിൽ പറയുന്നുണ്ട്. അത് തന്നെ ആയിരിക്കണം ലാലേട്ടൻ ബിഗ് ബോസ് തുടങ്ങി ഓരോ വീക്കെൻഡുകളും നടത്തുന്നുണ്ട്. എങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡുകൾ കാണാനും ആൾക്കാരുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ ആ ഷോ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനും കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇൻട്രസ്റ്റിംഗ് ആവും. ലൈവൊക്കെ 24/7 കാണണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകണം. അതുപോലെ ടാസ്കുകളും ഗെയിംസും കാര്യങ്ങളും ആ ഒരു തീമും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസും നീറ്റായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. എന്താണെങ്കിലും നമുക്ക് നോക്കാം ഈ ഒരു പ്രാവശ്യത്തെ തീം എന്തായിരിക്കും. ആസ് യൂഷ്വൽ തമിഴിൽ നിന്ന് മാത്രം കോപ്പി അടിച്ച് കൊണ്ടുവരരുത്, പുതിയൊരു തീമൊക്കെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ പ്രൊമോയിൽ കാണുന്നത് പോലെ പണികൾ 8ന്റെ അല്ലെങ്കിൽ 7ന്റെ പണിയൊന്നും വേണമെന്നില്ല. 1-2 പണി വീക്കെൻഡിൽ വരുമ്പോൾ കണ്ടസ്റ്റൻസിന് നേരെ കൊടുത്താൽ മതി. ഈ ഒരു ബിഗ് ബോസിന്റെ ടീം പറയുന്ന കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം വായിക്കാനായിട്ട് വേണ്ടി വരരുത്. സാധാരണ എല്ലാ വീക്കെൻഡുകളും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഷോ ആവും, അതിന്റെ ഹോസ്റ്റ് ആകുമ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെന്നും നമ്മളും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ബിഗ് ബോസിന്റെ ടീം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് മാത്രം കൊടുക്കരുത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കണ്ടസ്റ്റൻസിനെ നിയന്ത്രിച്ച് കണ്ടസ്റ്റൻസിന് എന്താണോ കൊടുക്കേണ്ടത് പ്രോപ്പറായിട്ട് കൊടുത്ത് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി മാനിച്ച് അവരെ കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഷോ നന്നാകുമെന്നാണ് എന്റെയും ഒരു അഭിപ്രായം. അപ്പം പ്രേക്ഷകരായി നിങ്ങളും അഭിപ്രായങ്ങളൊന്ന് പറയുക. ഈ ഒരു പ്രമോയുടെ അടിയിലൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള വായിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു പോകുന്ന കൂട്ടുള്ള കമന്റുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടു. പ്രമോയും പ്ലേ ചെയ്യുന്നില്ല, കമന്റുകളൊന്നും ഞാൻ അധികം പറയുന്നില്ല, അതിനെ ആസ്പദമാക്കി ഞാനങ്ങ് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പൊതുവായിട്ട് എല്ലാവരും പറയുന്നത് ഇത്ര മാത്രം, 8ന്റെ അല്ല 7ന്റെ അല്ല, ഒരു സിംഗിൾ പണിയെങ്കിലും ലാലേട്ടൻ വീക്കെൻഡ് വരുമ്പം കൊടുക്കണം. എന്നാൽ ഈ ഒരു സീസണെങ്കിലും നമുക്ക് നന്നാക്കാൻ സാധിക്കും. അത്രമാത്രമാണ് എനിക്കും പറയാനുള്ളൂ. എന്താണെന്നുണ്ടെങ്കിലും പ്രമോ ഒക്കെ നടക്കട്ടെ. ഇനി 2-3 ആഴ്ചകൾ കൂടി ഉള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ. അപ്പോൾ നല്ലൊരു സീസൺ വരുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ബിഗ് ബോസിന്റെ ടീം അതിനുവേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലൊരു സീസൺ നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.